ആരും ആർക്കും ഒന്നും കൊടുക്കണ്ട. നിയമപരമായി കിട്ടേണ്ടത് എല്ലാവർക്കും കിട്ടും. നിയമപരമായി കിട്ടേണ്ടാത്തത് ഒരാൾക്കും കിട്ടത്തില്ല. എത്ര വലിയ പ്രമാണിയാലും കിട്ടത്തില്ല. അതിനു വേണ്ടി ഇവിടെ അങ്ങനെ സ്വാധീനമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ LDF-ൽ ചർച്ച വരും. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാറില്ല. ഒരു സംശയം ആർക്കും വേണ്ട. ഒരു കോഴയും ഒരു വിവാദം ഉണ്ടാവില്ല. ആർക്കും കോഴ ആവശ്യമില്ല, കോഴ കൊടുക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ 1.5 വർഷം ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സർക്കാർ കേരളം ഭരിച്ചു. ഒരു കോഴയും വാങ്ങിച്ചില്ലല്ലോ. ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്യാവശ്യമില്ല ഞങ്ങൾക്ക്. ആളെ മയക്കണ കുപ്പി, ആളെ കറക്കണ കുപ്പി, എന്ത് നടന്നാലും കുപ്പി. ഇവിടെ ആർക്കും ഒരു കോഴ ആവശ്യമില്ല. ഞങ്ങൾക്കൊരു അത്യാവശ്യമില്ല. മദ്യനയത്തിൽ എന്തെങ്കിലും ഒരു ഇളവ് വരുത്തണമെങ്കിൽ കനത്തിൽ ഒരു കോഴ കൊടുക്കണമെന്നും അതിന് പിരിവിടണമെന്നും പറഞ്ഞുള്ള ബാറുടമയുടെ ശബ്ദ സന്ദേശം വൈറലായതോടെ ബാർ കോഴ ആരോപണം നമ്മുടെ രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അത് ഏറ്റുപിടിച്ച് പ്രതിപക്ഷവും രംഗത്തുണ്ട്. ഡ്രൈ ഡേ ഒഴിവാക്കും, ബാറിന്റെ പ്രവർത്തന സമയത്തിൽ ക്രമീകരണം നടത്തും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പുറത്തിറങ്ങിയ ബാറുടമയുടെ വോയിസ് ക്ലിപ്പിലുള്ളത്. ഓരോ ബാറും 2.5 ലക്ഷം രൂപ വീതം കൊടുക്കണം എന്നാണ് സന്ദേശം. ഇതുകൂടി ആയപ്പോൾ നമ്മുടെ പ്രതിപക്ഷത്തിന് പിന്നെ മിണ്ടാതിരിക്കാൻ സാധിക്കോ? ഇത് നഗ്നമായ അഴിമതിയാണ്. ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഇപ്പൊ നോട്ട് എണ്ണുന്ന യന്ത്രം എവിടെയാണ് വെച്ചിരിക്കുന്നത്? എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ, മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ, അല്ലെ AKG സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി. ഇതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ. 1 കോടി രൂപയുടെ ആരോപണമൊക്കെ വന്നതല്ലേ. ഇത് 20 കോടി രൂപയുടെ അഴിമതിയാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പണപ്പിരിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇച്ചിരി ഉമ്മിണിയൊന്നും അല്ല കേട്ടോ, 20 കോടിയുടെ ആരോപണമാണ്. ഇനി ഇതാരാ എണ്ണുന്നതെന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അതറിയാനുള്ള ആവേശം കണ്ടോ? പണ്ട് ബാർക്കോഴ എന്ന് പറഞ്ഞ് ഇക്കണ്ട പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയ കാര്യം ആരും അങ്ങ് മറക്കണ്ട. അത് ആരുടെ ഭരണകാലത്തായിരുന്നു എന്ന കാര്യവും അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അന്ന് വെറും 1 കോടി ആയിരുന്നെങ്കിൽ ഇന്ന് 20 കോടി ആണ് എന്നതാണ് വ്യത്യാസം. അല്ല മാഷേ, നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ബാറിന്റെ പ്രശ്നം സംബന്ധിച്ച് സീരിയസ് ആയി പരിശോധിച്ച് നോക്കിയാൽ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്തിട്ടില്ല, ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുമില്ല. അങ്ങനെ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യം ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് കാര്യമായ വർക്കൊന്നും ഇല്ലാതുകൊണ്ട് വാർത്തയാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നതിൽ ആരാ അതിന്റെ പിന്നിൽ പോകേണ്ട കാര്യം? അപ്പോൾ തെറ്റായ നിലപാടാണ്. ഓഹോ, അപ്പൊ ഇത് വാർത്ത ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ വാർത്തയെന്നാണ് വെപ്പല്ലേ? നിങ്ങളൊക്കെ സീരിയസ് ആയുള്ള കാര്യത്തിൽ ഡിസ്കഷൻ ആയിരിക്കുമല്ലോ. തലസ്ഥാനത്തെ വെള്ളപ്പൊക്കം തന്നെയായിരിക്കും പ്രധാന വിഷയം. അതുകൊണ്ടായിരിക്കും നമ്മുടെ VK പ്രശാന്ത് MLA ടർബോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടതിനിടയിൽ മറ്റുള്ളവർ കയറി പൊങ്കാല ഇട്ടത്. പൊങ്കാല എന്ന് പറഞ്ഞപ്പോഴാ ഈയിടെയായി നമ്മുടെ നേതാക്കളുടെ പേജിലെല്ലാം പൊങ്കാലയുടെ ബഹളമായിരുന്നല്ലോ. മഴ പെയ്തതോടെ കേരളത്തിലെ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് ദുഃഖത്തിൽ പങ്കുചേർന്നു എന്ന് പറഞ്ഞ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കാലം തെറ്റിപ്പെയ്ത മഴ പോലെ പിന്നെ കമന്റോട് കമന്റായിരുന്നു. അതോടെ ആ പോസ്റ്റ് പിൻവലിച്ച് പുള്ളിക്കാരൻ തലയൂരി. പിന്നെ ഡച്ച് മാതൃക കണ്ടുപിടിക്കാൻ പോയ നമ്മുടെ പിണറായിയെയും നമ്മുടെ ആരോഗ്യമന്ത്രിയെയും നമ്മുടെ മേയറമ്മയും ഒക്കെ പൂർണ്ണമായി എങ്ങ് ഏറ്റെടുത്തുകൊണ്ടുള്ള പോസ്റ്റുകൾ കൂടുതലായും പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ പേജിലായിരുന്നു. അതിൽ 1-2 ഞാനിവിടെ വായിക്കാം. ഹേ പ്രഭു, ഹരി രാമകൃഷ്ണ ജഗന്നാഥ പ്രമോനന്ദി, ഹേ ക്യാ ഹുവാ ആപ് ആയിയേ കരുതൽ കീജിയേ എന്ന് പറഞ്ഞ് ഒരു കസേരയുടെ ചിത്രം പുള്ളി അവിടെ പോസ്റ്റ് ചെയ്യുന്നു. അതിന് താഴെ കമന്റ് സെക്ഷനിലോട് കണ്ണോടിച്ച എന്റെ പൊന്നളിയാ ഒരു രക്ഷയില്ല. വാഴ വെച്ചിരിക്കുന്ന കസേര മുതൽ ഹമാര തുമാര ഇടപാട് നഹീഹെ എന്ന് പറഞ്ഞുള്ള സിനിമാ രംഗങ്ങൾ വരെ കമന്റിലുണ്ട്. പിന്നെ നമ്മുടെ കപ്പിത്താന് വേണ്ടിയിട്ടുള്ള അടുത്തൊരു പോസ്റ്റ് മറ്റൊരു ചിത്രത്തിലൂടെയായിരുന്നു. ഈ കപ്പൽ ആടി ഉലയില്ല സാർ, ഇത് ഒരിടത്ത് ഇടിച്ചു നിൽക്കുകയാണ് സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട് സാർ, ഓൻ മുങ്ങി സാർ എന്നായിരുന്നു ആ പോസ്റ്റ്. അടുത്തത് നമ്മുടെ മേയറമ്മയ്ക്കും നമ്മുടെ മന്ത്രിക്കും നമ്മുടെ മുഖ്യനും എല്ലാം ചേർന്നൊരു പോസ്റ്റായിരുന്നു. അതിലെ ഡയലോഗ് ഇങ്ങനെയായിരുന്നു: ഞാൻ നോക്കിയപ്പോൾ അമേരിക്കയിൽ നിന്നൊരാൾ വിളിക്കുന്നു, സീസറമ്മേ സീസറമ്മേ, ഇവിടുത്തെ ICUവിന്റെ തറയിലൊന്നും വെള്ളമില്ല, അവിടെ നിന്ന് കുറച്ച് ഓടവെള്ളം അയച്ചു തരാൻ പറ്റുമോ എന്ന്. പറ്റിയാൽ രോഗിക്ക് കിടക്കാൻ ഒരു ബോട്ടും. പോസ്റ്റ് കയറി അങ്ങ് വൈറലായി. 1000-കണക്കിന് പേരാണ് പോസ്റ്റ് ഷെയർ ചെയ്തതും. എന്തായാലും കാണാനും കേൾക്കാനും ഒരുപാടുണ്ടായതുകൊണ്ട് ചുറ്റും നടക്കുന്നത് ഓർക്കാൻ ഇത്തരം ചില പോസ്റ്റുകൾ തന്നെ ധാരാളം.